വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആറ്റത്തിൻ്റെ ഘടനയാണ്. സിലബസിൽ എടുത്തു പറയുന്ന ടോപ്പിക്കാണ് ആറ്റത്തിൻ്റെ ഘടന എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലേക്ക് സോഷ്യൽ സയൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സാണ്. 9ാം ക്ലാസ്സിലെ ബയോളജി 2 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് കെമിസ്ട്രിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എന്താണ് ആറ്റത്തിൻ്റെ ഘടനയിൽ ഫസ്റ്റ് തന്നെ പറയുന്നത് എന്താണ്? ഓരോ പദാർത്ഥങ്ങളുടെയും ഘടകമൂലകങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ. പഞ്ചസാരയുടെ ഘടകമൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പോൾ തന്മാത്ര രാസസൂത്രം എന്താണ്? C6 C12 H22 O11 ആണ് പഞ്ചസാരയുടെ പഞ്ചസാരയുടെ തന്മാത്രയുടെ രാസസൂത്രം എന്ന് പറയുന്നത് C12 H22 O11 ആണ്. ആറ്റങ്ങളുടെ എണ്ണത്തിന് അനുപാതം എത്രയാണ്? 12 22 11 ആണ് അല്ലേ. 12 22 11 ആണ് വരുന്നത്. ഇനി ഗ്ലൂക്കോസ് ആണെങ്കിലോ ഗ്ലൂക്കോസിലാണെങ്കിലും ഘടകമൂലകങ്ങൾ എന്ന് പറയുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ തന്നെയാണ്. പക്ഷെ എന്താണ് ഇവിടെ അനുപാതത്തിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. C6 H12 O6 എന്നിവയാണ് വരുന്നത്. അപ്പോൾ ആറ്റങ്ങളുടെ എണ്ണത്തിന് അനുപാതം എത്രയായിരിക്കും? ഇപ്പോൾ 6:12:6 എന്ന് 6 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 1:2:1 എന്ന് പറയുന്ന അനുപാതമാണ് കിട്ടുന്നത്. ജലമാണെങ്കിലോ H2O ആണ് അല്ലേ. H2O ആണ് ജലം എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്തൊക്കെയുണ്ട്? ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. അപ്പോൾ അനുപാതം എന്ന് പറയുന്നത് എത്രയാണ്? 2:1 ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഘടകമൂലകങ്ങൾ ഇപ്പോൾ പഞ്ചസാരയുടെ ആണെങ്കിലും ഗ്ലൂക്കോസിൻ്റെ ആണെങ്കിലും ഘടകമൂലകങ്ങൾ സെയിം തന്നെയാണ്. പക്ഷെ എന്താണ് ഇവരുടെ അനുപാതത്തിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. ഇവരുടെ അനുപാതത്തിലാണ് വ്യത്യാസം വരുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ എന്താണ് പറയുന്നത്? ഓരോ പദാർത്ഥത്തിൻ്റെ തന്മാത്രയിലും ആറ്റങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർന്നിരിക്കുന്നുവെന്ന് കണ്ടല്ലോ. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് തന്മാത്ര? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. അപ്പോൾ വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ എങ്ങനെയെല്ലാമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നമ്മൾ നേരത്തെ കണ്ടല്ലേ ഘടകമൂലകങ്ങളും അതുപോലെ തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ അതുപോലെ തന്നെ ഘടകമൂലകാറ്റങ്ങളുടെ എണ്ണത്തിന് അനുപാതം എന്നിങ്ങനെയാണ് വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഇനി തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റങ്ങൾ കൊണ്ടാണ് തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ആറ്റങ്ങളുടെ പ്രധാന കണങ്ങൾ ഏതൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, എന്താണ് ന്യൂട്രോൺ ആണ് അല്ലേ. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ആണ് ആറ്റത്തിൻ്റെ പ്രധാന കണങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവ സബ് ആറ്റോമിക് കണങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്കിതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെന്താണ് പറയുന്നത്? സബ് ആറ്റോമിക് കണങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇലക്ട്രോണിനൊക്കെ കണ്ടുപിടിക്കുന്നതിന് എന്താണ് ചെയ്തിരുന്നതെന്നാണ് നോക്കുന്നത് കേട്ടോ. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളും ഇലക്ട്രോണിനെ കണ്ടെത്തുന്നതും അതിലെങ്ങനെയാണ് ഇലക്ട്രോൺ കണ്ടെത്തുന്നതിനായി സഹായകമായിട്ടുള്ള പരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. 1875 വില്യം ക്രൂക്സ് എന്ന ശാസ്ത്രജ്ഞനാണ്, എന്ന ഭൗതിക ശാസ്ത്രജ്ഞനാണ് ഇരുവശത്തും ലോഹത്തകിടുകൾ അല്ലെങ്കിൽ ഇലക്ട്രോഡുകൾ സ്ഥാപിച്ച ഒരു ഗ്ലാസ് ട്യൂബിലൂടെ ഉയർന്ന വോൾട്ടതയിൽ വൈദ്യുതി കടത്തിവിട്ട് പരീക്ഷണങ്ങൾ നടത്തിയത്. അപ്പോൾ എന്താണ് പറയുന്നത്? ഈ വില്യം ക്രൂക്സ് എന്ന് പറയുന്ന ആൾ 1875 എന്നാണ് ഡിസ്ചാർജ് ട്യൂബിലൂടെ അല്ലേ. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളാണല്ലോ ആദ്യം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബിലൂടെ എന്താണ് പറയുന്നത്? ഇരുവശത്തും ലോഹത്തകിടുകൾ അല്ലേ. കാഥോഡ് എന്ന് പറയുന്നതും ആനോഡ് എന്ന് പറയുന്ന 2 ലോഹത്തകിടുകൾ ഇതുമലക്ക് എന്താണ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വശത്തും ലോഹത്തകിടുകൾ സ്ഥാപിച്ച ഒരു ഗ്ലാസ് ട്യൂബിലൂടെ ഉയർന്ന വോൾട്ടതയിലാണ് വൈദ്യുതി കടത്തിവിട്ടിട്ട് എന്ത് ചെയ്യുന്നത്? പരീക്ഷണങ്ങൾ നടത്തിയത്. വായു ഒരു വിദ്യുദ്രോധി ആയതിനാൽ സാധാരണ മർദ്ദത്തിൽ ട്യൂബിലൂടെ വായുവിലൂടെ വൈദ്യുതി കടന്നു പോകുന്നില്ല എന്ന് മനസ്സിലായി. അപ്പോൾ വായു എന്ന് പറയുന്നത് ഒരു വിദ്യുദ്രോധി എന്ന് വെച്ചാൽ എന്താണ്? ഇൻസുലേറ്റർ ആണല്ലേ. വായു എന്ന് പറയുന്നത് എന്താണ്? ഇൻസുലേറ്റർ ആണ്. അപ്പോൾ ഇൻസുലേറ്റർ ആയതിനാൽ സാധാരണ മർദ്ദത്തിൽ ട്യൂബിലെ വായുവിലൂടെ വൈദ്യുതി കടന്നു പോകുന്നില്ല. ട്യൂബിലൂടെ വൈദ്യുതി കടന്നു പോകില്ല അല്ലേ. വായുവിലൂടെ വൈദ്യുതി കടന്നു പോകുന്നില്ല. അത് കാരണം ട്യൂബിലെ വായുവിലൂടെ വൈദ്യുതി കടന്നു പോകുന്നില്ല. എന്നാൽ വായു ഘട്ടം ഘട്ടമായി നീക്കം ചെയ്ത് മർദ്ദം വളരെയധികം കുറയ്ക്കുമ്പോൾ ട്യൂബിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതായിട്ട് കണ്ടു. അപ്പോൾ എന്താണ് ചെയ്തത്? അപ്പോൾ ആദ്യം തന്നെ വായുവിലൂടെ കടന്നു പോകുന്നില്ല എന്ന് മനസ്സിലായി. പക്ഷെ ഇതെന്താണ് ചെയ്തത്? ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്തു? വായു നീക്കം ചെയ്ത് മർദ്ദം വളരെയധികം കുറയ്ക്കുമ്പോഴാണ് ട്യൂബിലൂടെ വൈദ്യുതി കടന്നു പോകുന്നത് കണ്ടത്, അല്ലെങ്കിൽ വൈദ്യുതി ഡിസ്ചാർജിനാകുന്നത് കണ്ടത്. അപ്പോൾ സുഷിരങ്ങളിലുള്ള നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ കാഥോഡും ആനോഡും പറഞ്ഞില്ലേ. അപ്പോൾ സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് ഉപയോഗിച്ചാൽ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എന്താണ്? ഏനോഡ് എന്ന് പറയുന്നതാണ് അല്ലേ. ഏനോഡാണ്. പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എന്താണ്? ഏനോഡാണ്. കാഥോഡ് എന്ന് വെച്ചാൽ എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ എന്താണ് പറയുന്നത് ഇവിടെ?
ഘട്ടം ഘട്ടമായിട്ട് നീക്കം ചെയ്തു. മർദ്ദം വളരെയധികം കുറയ്ക്കുമ്പോൾ ട്യൂബിലൂടെ വൈദ്യുതി കടന്നു പോകുന്നു എന്ന് മനസ്സിലായി. സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡ് ഉപയോഗിച്ചാൽ അതിന് പിറകിലുള്ള സിങ്ക് സൾഫൈഡ് പൂശിയിരിക്കുന്ന ഗ്ലാസ് ഭിത്തിയെ ഇളം പച്ച നിറമുള്ള ഒരു തിളക്കമുണ്ടാക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ എന്താണ് പറയുന്നത്? ആനോഡുമായിട്ട് ഘടിപ്പിച്ചിട്ടുള്ള ഭാഗത്ത് എന്താണ്, ഇളം ഭിത്തിയിൽ എന്താണുള്ളത്? സിങ്ക് സൾഫൈഡ് പൂശിയിരിക്കുന്ന ഗ്ലാസ് ഭിത്തിയാണുള്ളത്. അപ്പോൾ ഈ സിങ്ക് സൾഫൈഡ് പൂശിയിട്ടുള്ള എന്തിലാണ് ഒരു പച്ച രശ്മി കാണുന്നത്? ഇളം പച്ച നിറമുള്ള ഒരു തിളക്കം കാണുന്നുണ്ടെന്ന് മനസ്സിലായി. കേഥോഡിൽ നിന്നും പുറപ്പെടുന്ന ഈ രശ്മികളാണ് തിളക്കത്തിന് കാരണം. ഈ രശ്മികളെയാണ് എന്ന് പറയുന്നത് കേഥോഡ് രശ്മികൾ എന്ന് പറയുന്നത്. അപ്പോൾ കേഥോഡിൽ നിന്നും പുറത്തു വന്ന രശ്മികളാണ് കേഥോഡ് രശ്മികൾ എന്ന് പറയുന്നത്. അതാണ് തിളക്കത്തിന് കാരണമായത് അല്ലേ? കേഥോഡിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികളാണ് തിളക്കത്തിന് കാരണമായെന്ന് മനസ്സിലായി. അപ്പോൾ കേഥോഡ് രശ്മി കണ്ടെത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടെത്തിയെന്ന് ഒന്നുകൂടിയും പറയുന്നുണ്ട്, കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മർദ്ദം കുറയുമ്പോൾ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുമെന്ന് 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ കണ്ടെത്തിയിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞു അല്ലേ, മർദ്ദം കുറയുമ്പോൾ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകും. മർദ്ദം കുറയുമ്പോഴാണ് വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുന്നത്. അല്ലെങ്കിൽ വൈദ്യുതി കടന്നു പോകും വായുവിലൂടെ? ഇല്ല. അപ്പോൾ അത് ആദ്യം തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. കുറഞ്ഞ മർദ്ദത്തിൽ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൈക്കൽ ഫാരഡെ പഠിച്ചു. അപ്പോൾ ആരാണ് പഠിക്കുന്നത്? ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് ആരായിരുന്നു? മൈക്കൽ ഫാരഡെയാണ് പഠിച്ചത്. പക്ഷേ കാര്യക്ഷമമായ നിർവാത പമ്പുകൾ ഇല്ലാതിരുന്നതും, എന്തില്ല? സെക്ഷൻ പമ്പ്സ് ഇല്ല അല്ലേ? അത് പരീക്ഷണങ്ങൾ ചെയ്യാനുള്ള പമ്പില്ല. വായു നീക്കം ചെയ്ത ഗ്ലാസ് ട്യൂബുകൾ ക്രമീകരിക്കുന്നതിലെ ബുദ്ധിമുട്ടും പഠനങ്ങൾ ശ്രമകരമാക്കി. അപ്പോൾ എന്നാണ് പറയുന്നത്? ഈ നിർവാത പമ്പുകളും അതുപോലെ തന്നെ ഗ്ലാസ് ട്യൂബുകളും ഇല്ലാത്ത കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറി ഈ പഠനം എന്ന് പറയുന്നത്. 1854 ഹെൻറിച്ച് ഗ്ലീസർ ആണ് ഡിസ്ചാർജ് ട്യൂബുകളും നിർവാത പമ്പുകളും വികസിപ്പിച്ചെടുത്തത്. ആരാണ്? ഹെൻറിച്ച് ഗീസ്ലർ ആണ് ഡിസ്ചാർജ് ട്യൂബുകളും നിർവാത പമ്പുകളും വികസിപ്പിച്ചെടുത്തത്. മെച്ചപ്പെട്ട ഗീസ്ലർ ട്യൂബുകൾ ലഭ്യമായതോടെ ജൂലിയസ് പ്ലെക്കർ അത് ഉപയോഗിച്ച് നിരവധി പരീക്ഷണങ്ങൾ നടത്തി. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു, ഗീസ്ലർ ആണ് എന്ത് ചെയ്യുന്നത്? ഡിസ്ചാർജ് ട്യൂബുകളും നിർവാത പമ്പുകളും ഒക്കെ കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിച്ചപ്പോൾ ആര് കൂടി? ജൂലിയസ് പ്ലെക്കർ അത് ഉപയോഗിച്ച് നിരവധി പരീക്ഷണങ്ങൾ നടത്തി. വൈദ്യുതി കടത്തിവിടുമ്പോൾ ട്യൂബിലെ കേഥോഡിന് എതിർവശത്തായിട്ട് ഒരു ദീപ്തി ഉണ്ടാകുന്നുവെന്നും കാന്തത്തിന്റെ സാന്നിധ്യത്തിൽ ഈ തിളക്കത്തിന്റെ സ്ഥാനം മാറ്റാമെന്നും അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ അങ്ങനെ ആരാണ് കണ്ടെത്തിയത്? ജൂലിയസ് പ്ലെക്കർ ആണല്ലേ കണ്ടെത്തുന്നത് കേഥോഡിന് തിളക്കം ഉണ്ടെന്നുള്ളതും ഈ തിളക്കത്തിന്റെ സ്ഥാനം മാറ്റാനായിട്ട് പറ്റും. കാന്തത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ തിളക്കത്തിന്റെ സ്ഥാനം മാറ്റുന്നതിനായിട്ട് പറ്റുന്നതെന്ന് കണ്ടെത്തി. അപ്പോൾ ജോഹൻ വില്യം ഹിറ്റോർഫ്, ഇനി വേറെ ആൾക്കാരുണ്ട് പറയുന്നത്, ജോഹൻ വില്യം ഹിറ്റോർഫ്, അതുപോലെ തന്നെ ഒയ്ഗൻ ഗോൾഡ് സ്റ്റെയിൻ എന്നീ ശാസ്ത്രജ്ഞരാൽ ഈ പരീക്ഷണങ്ങൾ വീണ്ടും നടത്താണ് ചെയ്യുന്നത്. തുടർന്ന് നടത്തി. ജോഹൻ വില്യം ഹിറ്റോർഫും അതുപോലെ തന്നെ ഒയ്ഗൻ ഗോൾഡ് സ്റ്റെയിൻ എന്നീ ശാസ്ത്രജ്ഞരാണ് പരീക്ഷണങ്ങൾ തുടർന്ന് നടത്തിയത്. കേഥോഡിൽ നിന്നും പുറപ്പെടുന്ന ഏതോ രശ്മികളാണ് തിളക്കത്തിന് കാരണമാകുന്നതെന്ന് അവരും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആരൊക്കെ കുറിച്ച് പറയുകയാണ് ചെയ്തത്? എത്ര ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് പറഞ്ഞു അല്ലേ? ആദ്യം തന്നെ എന്താ പറഞ്ഞത്? മൈക്കൽ ഫാരഡെ ആണ് ഇതിനെക്കുറിച്ചിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയത്. പഠിക്കാനായിട്ട് തുടങ്ങിയത്. അതിനുശേഷം പറഞ്ഞു എന്താണ്? ഗീസ്ലർ നിർവാത പമ്പുകളൊന്നും ഇല്ലാണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഗീസ്ലർ പറയുന്ന ആൾ എന്ത് സംഭവിച്ചു? എന്താണ് ചെയ്തത്? ഗീസ്ലർ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ട്യൂബുകളും നിർവാത പമ്പുകളും കണ്ടെത്തി. അതിനുശേഷം ആരാണ് പറയുന്നത്? ജൂലിയസ് പ്ലെക്കർ ജൂലിയസ് പ്ലെക്കർ കണ്ടെത്തി കേഥോഡ് രശ്മികൾ അതിൽ കൂടെ പോകുന്നുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ പിന്നെ ആരാണ് പറഞ്ഞത്? ജോഹൻ വില്യം ഹിറ്റോർഫും ഒയ്ഗൻ ഗോൾഡ് സ്റ്റെയിനും കൂടിയിട്ട് ആ പരീക്ഷണങ്ങളിലൂടെ തിളക്കം ഉണ്ടാകുന്നത് കേഥോഡ് രശ്മികളിൽ നിന്നാണെന്ന് മനസ്സിലായി. ഇനി കേഥോഡ് രശ്മികളുടെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത് എന്താണ്? കേഥോഡ് രശ്മികളുടെ പാതയിൽ അതാര്യ വസ്തുക്കൾ വെച്ചാൽ നിഴലുണ്ടാകുന്നു. ഇതിൽ നിന്നും കേഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ കേഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് ബോധ്യപ്പെട്ടത് എങ്ങനെയാണ്? കേഥോഡ് രശ്മികളുടെ പാതയിൽ അതാര്യ വസ്തുക്കൾ വെച്ചാൽ നിഴലുണ്ടാകുന്നു എന്ന് മനസ്സിലായി. കേഥോഡ് രശ്മികളുടെ പാതയിൽ നേർത്ത ഇതളുകളുള്ള ചക്രം വെച്ചാൽ അത് കറങ്ങും. എന്ത് സംഭവിക്കും? അത് കറങ്ങുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ കേഥോഡ് രശ്മികളുടെ കണങ്ങൾക്ക് മാസ് ഉണ്ടെന്ന് മനസ്സിലായി. കേഥോഡ് രശ്മികളുടെ പാതയുടെ ഇരുഭാഗത്തുമായി വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ ഈ രശ്മികൾ പോസിറ്റീവ് ഭാഗത്തേക്കാണ് ആകർഷിക്കപ്പെടുന്നതെന്ന് കാണുന്നു. ഇതിൽ നിന്നും കേഥോഡ് രശ്മികൾ നെഗറ്റീവ് ചാർജ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ എന്തൊക്കെയാണ് മനസ്സിലായത്? അതുപോലെ തന്നെ കാന്തിക മണ്ഡലത്തിലും ഇവയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ എന്തൊക്കെയാണ് കേഥോഡ് രശ്മികളുടെ പ്രധാന സവിശേഷതകളിൽ പറഞ്ഞത്? അതാര്യ വസ്തുവായ കാരണം
എന്താണ് മനസ്സിലായത്? അതാര്യ വസ്തുക്കളിൽ വെച്ചാൽ നിഴലുണ്ടാകുന്നത് മനസ്സിലായി. അതിൽ നിന്ന് കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ചക്രം കറങ്ങുന്നത് കാരണം അവിടെ ഒരു മാസ് ഉണ്ട്, കാഥോഡ് രശ്മിക്ക് എന്തുണ്ട്, മാസ് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ എന്താണ് പറയുന്നത്? ഇരുഭാഗത്തുമായിട്ട് എന്ത് വെച്ചു, മണ്ഡലം പ്രയോഗിച്ചപ്പോൾ മനസ്സിലായി ഇതെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ചാർജ് ആണ്. അത് കാരണമാണ് ഒരു പോസിറ്റീവ് ഭാഗത്തേക്ക് എന്ത് പോകുന്നത്, ആകർഷിക്കപ്പെടുന്നത് എന്ന് മനസ്സിലായി. പിന്നെന്താ പറഞ്ഞത്? വ്യതിയാനം സംഭവിക്കുന്നു എന്നും പറഞ്ഞു. കാന്തിക മണ്ഡലത്തിലും ഇവയ്ക്ക് പാതിക്ക് വ്യതിയാനം സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. ട്യൂബിനുള്ളിലെ വാതകത്തെയോ ഇലക്ട്രോഡുകൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹത്തെയോ മാറ്റിയാൽ ഈ രശ്മികളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. അതായത് കേഥോഡ് രശ്മികളിലെ കണികകൾ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നു. ഈ കണികകളെയാണ് ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്. അപ്പം എന്താണ് പറഞ്ഞത്? കേഥോഡ് രശ്മികളിലെ കണികകൾ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നു. കേഥോഡ് രശ്മികളിലെ കണികകൾ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിട്ടുണ്ട്. ആ കണികകളെയാണ് എന്ന് പറയുന്നത് ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്. ഇലക്ട്രോണുകളുടെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാന്ന് നമ്മൾ പഠിക്കാറ്? ജെ തോംസൺ ആണ് കണ്ടെത്തിയത്. പക്ഷെ ഇതിനു മുമ്പും കുറേ ശാസ്ത്രജ്ഞരെ ഓരോന്നിലെ കാഥോഡ് രശ്മിയൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ജെ തോംസൺ ആണ് കണ്ടെത്തിയത്. കാഥോഡ് രശ്മികളെ കുറിച്ച് തോംസൺ നടത്തിയ പഠനങ്ങൾ ശാസ്ത്രലോകം അംഗീകരിച്ചപ്പോൾ ആറ്റത്തേക്കാൾ ചെറിയ കണികകളുണ്ടെന്ന് തെളിഞ്ഞു. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾക്കും തുടർന്നുള്ള കണ്ടുപിടുത്തങ്ങൾക്കുമായി 1906 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം അദ്ദേഹം നേടി. 1906 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം അദ്ദേഹം നേടി. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോണുകൾ എന്ന് പറയുന്നതിലേക്ക് വന്നതെന്ന് മനസ്സിലായി അല്ലേ? ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത്, ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണ്? 1.76 × 10⁻11 ആണ്. 1.76 × 10⁻11 ആണ്. എന്നാൽ ചാർജും മാസും വെവ്വേറെ കണ്ടെത്തുന്നതിൽ ജെ തോംസൺ വിജയിച്ചില്ല. പിന്നീട് റോബർട്ട് മില്ലിക്കൺ ആണ് എന്ത് ചെയ്യുന്നത്? തൻ്റെ പ്രശസ്തമായ ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെ ഇലക്ട്രോണിന് 1.6 × 10⁻90 കൂളം നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തുകയും ഇതിൽ നിന്ന് ഇലക്ട്രോണിൻ്റെ മാസ് 9.1 × 10⁻31 കിലോഗ്രാം ആണെന്ന് കണക്കാക്കുകയും ചെയ്തു. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് 1.76 × 10⁻11 ആണെന്ന് പറയുന്നു. എന്നാൽ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തുന്നത് എത്രയാണ്? 1.6 × 10⁻90 കൂളമാണ് നെഗറ്റീവ് ചാർജ് എന്നും അതുപോലെ തന്നെ മാസ് എത്രയാണ്? 9.1 × 10⁻31 എന്നും കറക്റ്റായിട്ട് കണ്ടെത്തിയത് ആരാണ്? മില്ലിക്കൺ ആണ്. ഓക്കെ ആയല്ലോ. ഇനി എന്താണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്? അപ്പോൾ ഇലക്ട്രോണിൻ്റെ കഴിഞ്ഞിട്ട് അതിനെന്താണ്? പ്രോട്ടോൺ എന്നാണ് പറയുന്നത്. 1886 ഓയ്ഗൻ ഗോൾഡ്സ്റ്റെയിൻ, ആരാണ്? ഗോൾഡ്സ്റ്റെയിൻ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ സുഷിരങ്ങളുള്ള കേഥോഡ് ഉപയോഗിച്ച് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയപ്പോഴാണ് കനാൽ രശ്മികൾ എന്നറിയപ്പെടുന്ന രശ്മികൾ കണ്ടെത്തിയത്. ഇവ പോസിറ്റീവ് ഭാഗത്തുള്ള ലോഹത്തകിടിൽ, ആനോഡാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞു, ഇവ പോസിറ്റീവ് ഭാഗത്തുള്ള ലോഹത്തകിടിൽ നിന്ന് പുറപ്പെടുന്നതിനാൽ ആനോഡ് രശ്മികൾ എന്നറിയപ്പെട്ടു. നമ്മൾ കേഥോഡിൽ നിന്നാണ്, കേഥോഡ് എന്ന് പറയുന്നത് ഏതിന് ചാർജ് ആയിരുന്നു പറഞ്ഞു? നെഗറ്റീവ് ചാർജ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്നതിന് ചാർജ് ഇതാണ്, നെഗറ്റീവ് ചാർജ് ആണ്. ഇനി പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? ആനോഡിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആനോഡ് എന്ന് വെച്ചാൽ എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ പ്രോട്ടോൺ എന്തായിരിക്കും? പോസിറ്റീവ് തന്നെയായിരിക്കും. അപ്പോൾ ഇവ പോസിറ്റീവ് ഭാഗത്തുള്ള ലോഹത്തകിടിൽ നിന്നും പുറപ്പെടുന്നതിനാൽ ആനോഡ് രശ്മികൾ എന്നറിയപ്പെട്ടു. ഗോൾഡ്സ്റ്റെയിൻ ഈ രശ്മികളുടെ സവിശേഷതകൾ പഠിച്ച് അവയിൽ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. ഡിസ്ചാർജ് ട്യൂബിൽ ഉപയോഗിക്കുന്ന വാതകങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ കനാൽ രശ്മികളുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാകുന്നു. ഹൈഡ്രജൻ വാതകം നിറച്ച ഡിസ്ചാർജ് ട്യൂബിൽ പരീക്ഷണം നടത്തിയപ്പോൾ ഉണ്ടായ കനാൽ രശ്മികളിലെ പോസിറ്റീവ് കണങ്ങൾ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമാണെന്ന് കണ്ടെത്തി. അപ്പോൾ ഹൈഡ്രജൻ വാതകം നിറച്ച ഡിസ്ചാർജ് ട്യൂബിൽ പരീക്ഷണം നടത്തിയപ്പോഴാണ് എന്ത് മനസ്സിലായത്? ഈ പോസിറ്റീവ് കണങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ചെറുതാണ്, ഭാരം കുറഞ്ഞതാണെന്ന് കണ്ടെത്തിയത്. ഇതൊരു സബ് അറ്റോമിക് കണമാണെന്ന് കണ്ടെത്തിയതും പ്രോട്ടോൺ എന്ന പേര് നൽകിയതും ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. അപ്പോൾ ഏണസ്റ്റ് റുദർഫോർഡ് ആണ് എന്ത് ചെയ്യുന്നത്? ഇത് ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള പ്രോട്ടോൺ ആണെന്നും ഇതൊരു സബ് അറ്റോമിക് കണമാണെന്നും പ്രോട്ടോൺ എന്ന പേര് നൽകിയതും ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊക്കെ പഠിക്കാനായിട്ട് ഒരു കോഡ് ഉണ്ട് അല്ലേ? ഏതാണ് കോഡ് എന്ന് പറയുന്നത്? അറിയോ? എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? PEN-RTC എന്ന് പറയുന്ന ഒരു കോഡ് ഉണ്ടല്ലോ അല്ലേ? PEN-RTC എന്ന് പറയുന്ന ഒരു കോഡ് ഉണ്ട് അല്ലേ? അപ്പോൾ പ്രോട്ടോൺ എന്ന് പറയുന്ന ആരാണ് കണ്ടെത്തിയത്? റുദർഫോർഡ് ആണ്. ഇനി PEN-E എന്ന് പറയുന്ന ഇലക്ട്രോൺ ആരാണ് കണ്ടെത്തിയത്? ജെ തോംസൺ ആണ്. ഇനി എന്താണ്? PEN-RTCയിലെ ന്യൂട്രോൺ എന്ന് പറയുന്നത് ആരാണ് കണ്ടെത്തിയത്? ചാഡ്വിക് അല്ലേ? ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പോൾ PEN-RTC എന്ന് പറയുമ്പോൾ ആരാണ് എന്തൊക്കെ കണ്ടെത്തി എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ.
ഒന്നുകൂടി പറഞ്ഞു തരാം. പെൻ ആർ ടി സി അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. പെൻ ആർ ടി സി എന്നാണ് കോഡ് വരുന്നത്. പെൻ ആർ ടി സി എന്നാണ് വരുന്നത്. പെൻ ആർ ടി സി. ഇതിൽ പി എന്ന് പറയുന്നത് പ്രോട്ടോൺ ആണ്. പെൻ ആർ ടി സി എന്നല്ലേ പറഞ്ഞത്? പെൻ ആർ ടി സി എന്ന് പറഞ്ഞു. ഇതിൽ പി എന്ന് പറയുന്നത് ആണ്, റുദർഫോർഡ് ആണ് കണ്ടെത്തിയത്. ഇ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ തോംസണിലെ ടി ജെ തോംസൺ ആണ് കണ്ടെത്തിയത്. ന്യൂട്രോൺ എന്ന് പറയുന്നത് ചാഡ്വിക് ആണ്, ജെയിംസ് ചാഡ്വിക് ആണ് കണ്ടെത്തിയത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് പറഞ്ഞു തന്നത് ഇത്ര നേരം? റുദർഫോർഡ് കണ്ടെത്തി എന്ന് പറഞ്ഞു അല്ലേ? പ്രോട്ടോൺ എന്ന് പറയുന്നത് റുദർഫോർഡ് കണ്ടെത്തി എന്ന് പറഞ്ഞു. ഇനി ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക ആരെയാണ് കണ്ടെത്തിയത്? ജെ തോംസൺ ആണ് അല്ലേ? ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക ആരാണ് കണ്ടെത്തിയത്? ജെ തോംസൺ ആണ്. ആറ്റത്തിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം ബോധ്യപ്പെട്ടപ്പോൾ ജെ തോംസൺ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചു. ജെ തോംസൺ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചു. ഇതനുസരിച്ച് പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിലാണെന്നുണ്ടെങ്കിൽ ഇതാണല്ലേ പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളം നൽകിയിട്ടുണ്ട്. അതിനിടയിൽ എന്തുണ്ട്? നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ടെന്നും പറയുന്നു. ഗോളത്തിലെ ആകെ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം എന്താണ്? തുല്യമായിരിക്കും. പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം എത്രയാണ്? തുല്യമായിരിക്കും. അതിനാൽ ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. എന്നാൽ പല പരീക്ഷണ ഫലങ്ങൾക്കും വിശദീകരണം നൽകാൻ ജോംസൺ മാതൃകയ്ക്ക് സാധിച്ചില്ല. അതിനാൽ ഈ മാതൃക പിന്തള്ളപ്പെട്ടു. അങ്ങനെ ഇതിൽ ചില ഫലങ്ങൾക്കൊന്നും വിശദീകരണം നൽകാനായിട്ട് പറ്റാത്ത കാരണം ഈ പ്ലം പുഡിംഗ് മാതൃക തോംസന്റെ പ്ലം പുഡിംഗ് മാതൃക അംഗീകരിച്ചില്ല. ഇനി എന്താണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്? ഏതൊക്കെ മൂലകങ്ങളാണ് റേഡിയോ ആക്ടിവിറ്റി മൂലകങ്ങൾ എന്ന് പറയുന്നത്? യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ പുറത്തുവിടുന്ന പ്രതിഭാസത്തെയാണ് റേഡിയോ ആക്റ്റീവത എന്ന് പറയുന്നത്. എന്താണ്? യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ പുറത്തുവിടുന്ന പ്രതിഭാസത്തെയാണ് റേഡിയോ ആക്റ്റീവത എന്ന് പറയുന്നത്. 1896 ഹെൻറി ബെക്കറേൽ, ആരാണ്? ഹെൻറി ബെക്കറേൽ ആണ് എന്ത് കണ്ടെത്തുന്നത്? ഇത് കണ്ടെത്തിയത്. അപ്പോൾ യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങളാണ് അല്ലേ? യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ പുറത്തുവിടുന്ന പ്രതിഭാസത്തെയാണ് റേഡിയോ ആക്റ്റീവത എന്ന് പറയുന്നത്. 1896 ഹെൻറി ബെക്കറലാണ് ഇത് കണ്ടെത്തിയത്. പ്രധാനമായിട്ടും 3 കിരണങ്ങളാണ് എന്തിനുള്ളത്? ഈ റേഡിയോ ആക്റ്റീവ് കിരണങ്ങൾക്കുള്ളത്. ഏതൊക്കെയാണ്? ആൽഫ, ബീറ്റ, ഗാമ അല്ലേ? പോസിറ്റീവ് ചാർജും മാസുമുള്ള ആൽഫ കണങ്ങൾക്ക് എന്താണ്? പോസിറ്റീവ് ചാർജും മാസും ഉണ്ട്. നെഗറ്റീവ് ചാർജാണ് ബീറ്റ കണങ്ങൾ എന്ന് പറയുന്നത്. ചാർജും മാസം ഇല്ലാത്തതിനെയാണെന്ന് പറയുന്നത് ഗാമ കിരണങ്ങൾ എന്ന് പറയുന്നത്. ചാർജും മാസം ഇല്ലാത്തതിനെയാണ് ഗാമ കിരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫ എന്ന് പറയുന്നതിന് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ് അല്ലേ? ആൽഫയ്ക്ക് പോസിറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് ചാർജ് ആണ്. ബീറ്റ കണങ്ങൾക്ക് നെഗറ്റീവ് ചാർജ് ആണ്. ഗാമ കണങ്ങൾക്ക് എന്തില്ല? ചാർജും മാസും ഇല്ല എന്ന് മനസ്സിലായി. റുദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണം നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നതെന്ന് നോക്കാം. 1911 ഏണസ്റ്റ് റുദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞൻ്റെ നേതൃത്വത്തിൽ ഹാൻസ് ഗീഗറും അതുപോലെ തന്നെ ഏണസ്റ്റ് മാഡ്സൺ എന്നിവർ വളരെ നേർത്ത സ്വർണ്ണത്തകിടിൽ ആൽഫ കിരണങ്ങൾ പതിപ്പിച്ച് പരീക്ഷണങ്ങൾ നടത്തി. ഈ പരീക്ഷണങ്ങൾ ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ സഹായിച്ചു. റേഡിയോ ആക്റ്റീവതയുള്ള പദാർത്ഥങ്ങളിൽ നിന്നും പുറത്തുവരുന്ന പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളെ ഒരു നേർത്ത സ്വർണ്ണത്തകിടിൽ കൂടി കടത്തിവിട്ട് അവയുടെ പാതയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ കണ്ടെത്താൻ റുദർഫോർഡ് ശ്രമിച്ചു. സ്വർണ്ണത്തകിടിൽ നിന്നും പുറത്തു വരുന്ന ആൽഫ കണങ്ങൾ വൃത്താകൃതിയിൽ ക്രമീകരിച്ച് ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്താണ്. ഈ ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ എന്താണ് കണ്ടെത്തിയത് നമുക്ക് നോക്കാം. ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണത്തകിടിലൂടെ യാതൊരു വ്യതിയാനവും ഇല്ലാതെ കടന്നുപോയി അല്ലേ? ഭൂരിഭാഗം ആൽഫ കണങ്ങളും എന്താണ്? വ്യതിയാനം സംഭവിക്കാണ്ട് നേരെ വ്യതിയാനമില്ലാതെ നേരെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ചില ആൽഫ കണങ്ങൾ സ്വർണ്ണത്തകിടിൽ തട്ടിയപ്പോൾ നേർരേഖയിൽ നിന്നും ചെറിയ കോണളവിൽ വ്യതിചലിച്ച് സഞ്ചരിച്ചു. ഇതാണ് സ്വർണ്ണത്തകിട് എന്ന് പറയുന്നത്. ഈ സ്വർണ്ണത്തകിടിൽ തട്ടിയപ്പോൾ ചിലതൊക്കെ നേരെ തിരിച്ച് വ്യതിചലിച്ചിട്ടുണ്ട് അല്ലേ? വളരെ കുറച്ച് ആൽഫ കണങ്ങൾ മാത്രമാണ് 180 ഡിഗ്രി കോണളവിൽ വ്യതിചലിച്ച് തിരിച്ചു വന്നത്. അപ്പോൾ 180 ഡിഗ്രി കോണളവിൽ തിരിച്ചു വന്നത് എത്രയാണ്? ഭയങ്കര കുറച്ച് ഇതാണ് മനസ്സിലായി. അപ്പോൾ ഈ പരീക്ഷണങ്ങളിൽ നിന്നും അദ്ദേഹം ഒരു കാര്യം കണ്ടതാണ് ചെയ്യുന്നത്. എന്താണ് കണ്ടെത്തിയത്? ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമായതിനാലാണ് ഭൂരിപക്ഷം ആൽഫ കണങ്ങളും വ്യതിയാനം കൂടാതെ കടന്നുപോയത്. അപ്പോൾ ആറ്റത്തിൻ്റെ ഭൂരിഭാഗം എന്താണെന്ന് മനസ്സിലായി? ശൂന്യമാണെന്ന് മനസ്സിലായി. അത് കാരണമാണ് ആൽഫ കണങ്ങളൊക്കെ വ്യതിയാനം കൂടാതെ കടന്നുപോയത്.
പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളിൽ ചിലത് ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തിന് സമീപത്തു കൂടി കടന്നു പോയപ്പോൾ വികർഷിക്കപ്പെട്ടതിനാലാണ് അവ ചെറിയ കോണളവിൽ വ്യതിചലിച്ചത്. അപ്പോൾ കുറേയൊക്കെ വെറുതെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കാരണം അവിടെ നിന്നാണ് ശൂന്യതയായിരിക്കും എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം. അതുപോലെ തന്നെ കുറച്ചെണ്ണം തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് തിരിച്ചു വരാൻ കാരണം എന്താണ്? അവിടെ ഒരു പോസിറ്റീവ് ചാർജ് നമ്മൾ ആൽഫ കണങ്ങളിൽ പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായത് കാരണമായിരിക്കും വികർഷിക്കപ്പെട്ടിട്ട് തിരിച്ചു വന്നതെന്ന് പറഞ്ഞു. ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആറ്റത്തിന്റെ മധ്യഭാഗത്തുള്ള ഒരു ചെറിയ വ്യാപ്തത്തിലാണ്. ഈ കേന്ദ്രഭാഗം ആറ്റത്തിന്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ തീരെ ചെറുതാണ്. ഇതിന് നേരെ വന്ന ആൽഫ കണങ്ങളാണ് 180 ഡിഗ്രി കോണളവിൽ തിരികെ വന്നത്. ഈ കേന്ദ്രത്തെയാണ് അദ്ദേഹം എന്തെന്ന് വിളിച്ചത്? ന്യൂക്ലിയസ് എന്ന് വിളിച്ചത്. ഏത് കേന്ദ്രത്തെയാണ്? നമ്മൾ പറഞ്ഞില്ലേ, കുറച്ച് 180 ഡിഗ്രി ആയിട്ട് ചെറിയ കോണളവിൽ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. 180 ഡിഗ്രി കോണളവിൽ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ മനസ്സിലായി? അവിടെ എന്തോ ഒരു ചെറിയൊരു വ്യാപ്തത്തിലുള്ള മധ്യഭാഗത്ത് ഒരു ചെറിയ വ്യാപ്തത്തിലുള്ള എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലായി. അതെന്ന് പറയുന്നത് ആറ്റത്തിന്റെ വലിപ്പവുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ അത് ചെറുതാണെന്ന് മനസ്സിലായി. അപ്പം അതിനെയാണ് ന്യൂക്ലിയസ് എന്ന പേര് വിളിച്ചത്. അപ്പം ന്യൂക്ലിയസ് എന്ന് പേര് വിളിച്ചത് ആരാണ്? റുദർഫോർഡ് ആണല്ലേ. റുദർഫോർഡിനെ ആറ്റം മാതൃകയിൽ താഴെ പറയുന്ന രീതിയിൽ ചുരുക്കി എഴുതാം. ഈ പറഞ്ഞതൊക്കെ നമുക്ക് ചുരുക്കി പറയാം. ആറ്റത്തിന് ന്യൂക്ലിയസ് എന്ന കേന്ദ്രഭാഗമുണ്ട്. എന്നാണ് പറഞ്ഞത്? ആറ്റത്തിന് ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്രഭാഗമുണ്ട്. ആറ്റത്തിന്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ വലിപ്പം വളരെ കുറവാണ്. ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസും ഏകദേശം പൂർണ്ണമായിട്ടും ന്യൂക്ലിയസിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റിൽ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റിൽ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. അപ്പോൾ റുദർഫോർഡിനെ ഈ മാതൃക അറിയപ്പെടുന്നത് എന്താണ്? സൗരയൂഥ മാതൃക എന്നാണ്. റുദർഫോർഡിന്റെ മാതൃക സൗരയൂഥ മാതൃക. ജെ തോംസൺ എന്തായിരുന്നു? പ്ലം പുഡിംഗ് മോഡലായിരുന്നു അല്ലേ. ഇനി റുദർഫോർഡിനും ആറ്റത്തിനും എന്തുണ്ടായിരുന്നു? ചെറിയ പരിമിതികൾ ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണ്? വൈദ്യുതകാന്തിക സിദ്ധാന്ത പ്രകാരം ചലിക്കുന്ന ചാർജുള്ള കണങ്ങൾ തുടർച്ചയായിട്ട് ഊർജ്ജം പുറത്തുവിടേണ്ടതാണ്. അതിനാൽ റുദർഫോർഡ് മാതൃക അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും വലം വയ്ക്കുന്ന നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ തുടർച്ചയായിട്ട് ഊർജ്ജം നഷ്ടപ്പെടുത്തി ന്യൂക്ലിയസിൽ പതിക്കേണ്ടതുണ്ട്. എന്നാൽ ഇപ്രകാരം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ആറ്റത്തിന്റെ സ്ഥിരത വിശദീകരിക്കാൻ റുദർഫോർഡിന്റെ മാതൃകയ്ക്ക് സാധിച്ചില്ല. അപ്പോൾ എന്താണ് പറഞ്ഞത്? റുദർഫോർഡ് മാതൃക അനുസരിച്ചിട്ട് ന്യൂക്ലിയസിന് ചുറ്റും വലം വയ്ക്കുന്ന നെഗറ്റീവ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? വലം വയ്ക്കുന്ന ന്യൂക്ലിയസിന് ചുറ്റും വലം വയ്ക്കുന്നുണ്ട്? ഇലക്ട്രോൺസ് വലം വയ്ക്കുന്നത്. ഇലക്ട്രോൺസിന് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വലം വയ്ക്കുമ്പോൾ ഊർജ്ജം നഷ്ടപ്പെടുന്നത് എന്ത് സംഭവിക്കും? ന്യൂക്ലിയസിൽ പതിക്കണം. പക്ഷെ അതങ്ങനെ സംഭവിക്കുന്നില്ല. അത് കാരണം എന്ത് സംഭവിച്ചില്ല? ആറ്റത്തിന്റെ സ്ഥിരത വിശദീകരിക്കാൻ റുദർഫോർഡിന് സാധിച്ചില്ല. അപ്പോൾ നമ്മൾ പ്രോട്ടോണും ഇലക്ട്രോണും പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞല്ലേ, ചാഡ്വിക് ആണ് കണ്ടെത്തിയതെന്ന് പറഞ്ഞു. ന്യൂക്ലിയസിന്റെ യഥാർത്ഥ മാസ് പ്രോട്ടീനുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ റുദർഫോർഡ് കണക്ക് കൂട്ടിയതിനേക്കാൾ വളരെ കൂടുതലാണെന്ന് കണ്ടു. എന്നാൽ ഈ വൈരുദ്ധ്യം പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നീട് 1932 ജെയിംസ് ചാഡ്വിക് ചില നിർവീര്യ കണങ്ങൾ കൂടി ന്യൂക്ലിയസിനകത്തുണ്ടെന്നും അവയ്ക്ക് ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് ആണെന്നും കണ്ടെത്തി. ചാർജ് ഇല്ലാത്തതിനാൽ ഈ കണത്തിന് വിളിച്ചു ന്യൂട്രോൺ എന്ന പേര് നൽകി. അപ്പം എന്നാണ് പറഞ്ഞത്? 1932 ജെയിംസ് ചാഡ്വിക് ചില നിർവീര്യ കണങ്ങൾ കൂടി ന്യൂക്ലിയസിനുള്ളിൽ ഉണ്ടെന്ന് കണ്ടെത്തി. അവയ്ക്ക് ഏകദേശം എന്തിൻ്റെ ചാർജാണ്? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അതേ മാസ് ആണെന്ന് പറഞ്ഞു. എന്നാൽ ചാർജ് ഇല്ല. അത് കാരണം എന്ത് പേരിട്ടു? ന്യൂട്രോൺ എന്ന് പറയുന്ന പേര് നൽകി. ഇനി നീൽസ് ബോറിന്റെ ആറ്റം മാതൃക അല്ലെ, ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അംഗീകരിച്ചിരിക്കുന്ന മാതൃക എന്ന് പറയുന്നത്. റുദർഫോർഡിനെ ആറ്റം മാതൃകയുടെ പരിമിതികൾ പരിഹരിക്കുന്നതിനായി 1913 സ്പാനിഷ് ശാസ്ത്രജ്ഞനായ നീൽസ് ബോർ അവതരിപ്പിച്ച മാതൃകയാണ് ബോർ ആറ്റം മാതൃക. 1913 ഡാനിഷ് ശാസ്ത്രജ്ഞനായ നീൽസ് ബോർ അവതരിപ്പിച്ച മാതൃകയാണ് ബോർ ആറ്റം മാതൃക എന്ന് പറയുന്നത്. ബോർ ആറ്റം മാതൃകയിലെ പ്രധാന ആശയങ്ങളാണ്. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. നിശ്ചിത ഓർബിറ്റുകളിലൂടെയാണ്. ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അതിനെയാണ് എന്ന് പറയുന്നത് ഊർജ്ജനിലകൾ എന്ന് പറയുന്നത്. ഓർബിറ്റുകളെയാണ് ഊർജ്ജനിലകൾ എന്ന് പറയുന്നത്. ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണിന്റെ ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതിനാൽ ഓർബിറ്റുകൾ സ്ഥിരോർജ്ജ നിലകൾ എന്ന് പറയുന്നു. ഇലക്ട്രോൺസിന്റെ ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജ്ജവും കൂടി വരുന്നു. ഊർജ്ജവും കൂടുന്നു. ഊർജ്ജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജ്ജം പുറത്തേക്ക് വിടുന്നു. ഊർജ്ജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ എന്ത്
സംഭവിക്കുന്നു? ഊർജ്ജം പുറത്തേക്ക് വിടുന്നു. ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റുകളിൽ നിന്ന് ഊർജ്ജം കൂടിയ ഓർബിറ്റുകളിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജ്ജം ആഗിരണം ചെയ്യുന്നു. ഓർബിറ്റുകൾക്ക് 1, 2, 3, 4, 5 എന്നിങ്ങനെ സംഖ്യകൾ നൽകി സൂചിപ്പിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് ബോർ ആറ്റം മാതൃകയിലെ പ്രധാന ആശയങ്ങൾ? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത് എവിടെയാണ്? നിശ്ചിത ഓർബിറ്റുകളിലാണ്. അതിന് ഓരോ നിശ്ചിത ഊർജ്ജമുണ്ട്. അതിനാൽ ഈ ഊർജ്ജ നിലകൾ എന്ന് പറയുന്നു. അതുപോലെ തന്നെ നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഇലക്ട്രോണിൻ്റെ ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അത് കാരണം ഇതിനെ സ്ഥിരോർജ്ജ നിലകൾ എന്ന് പറയുന്നു. പിന്നെ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജ്ജവും കൂടി വരുന്നു. ഊർജ്ജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് മാറുമ്പോൾ ഊർജ്ജം പുറത്തേക്ക് വിടുന്നു. നേരെ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഊർജ്ജം ആഗിരണം ചെയ്യുന്നു. ഓർബിറ്റുകൾക്ക് 1, 2, 3, 4, 5 എന്നിങ്ങനെ സംഖ്യകൾ നൽകിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. തുടർന്ന് വന്ന ചില പഠനങ്ങളിൽ ഊർജ്ജ നിലകളെ എന്തെന്ന് വിളിച്ചു? ഷെല്ലുകൾ എന്ന് വിളിച്ചു അല്ലേ? ഷെല്ലുകൾ എന്ന് വിളിച്ചു. ചില ഊർജ്ജ നിലകളെയാണ് ഷെല്ലുകൾ എന്ന് വിളിച്ചത്. അപ്പോൾ 1, 2, 3, 4 എന്ന് പറയുന്നത് എന്താണ്? KLMN എന്നിങ്ങനെ ഷെല്ലുകളായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോട്ടോൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ? പ്രോട്ടോൺ എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? ന്യൂക്ലിയസിലാണ് പ്രോട്ടോൺ ഉള്ളത്. അതുപോലെ തന്നെ ഇലക്ട്രോൺ എന്ന് പറയുന്നതും ന്യൂക്ലിയസിലാണുള്ളത്. പിന്നെ എന്താണ്? ഇലക്ട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിലാണ്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഓർബിറ്റിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ന്യൂട്രോൺ എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയസിലാണുള്ളത്. ഇനി ചാർജുകൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ? ഇനി മാസം എന്ന് പറയുന്നത് എത്രയും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാസം നൽകിയിട്ടുണ്ട്. എന്താണ് ആറ്റങ്ങളുടെ മാസ് പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാണ്? ആറ്റങ്ങളുടെ മാസ് പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്നാണ് യു എന്നാണ് എന്തെന്ന് പറയുന്നത്? ആറ്റങ്ങളുടെ മാസ് പ്രസ്താവിക്കുന്ന യൂണിറ്റിനെ പറയുന്നത്. ഒരു ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ മാസിൻ്റെ 1/1837 ഭാഗമാണ്. ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 1/1237 ഭാഗമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് പ്രോട്ടോണും ഇലക്ട്രോൺ ന്യൂട്രോൺ എന്നിവയെ കുറിച്ചിട്ടൊക്കെ പറയാനുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അറ്റോമിക് നമ്പറും മാസ് നമ്പറുമാണ്. ഒരു ആറ്റത്തെ സംബന്ധിച്ച് പ്രോട്ടോണിൻ്റെ എണ്ണം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഒരു ആറ്റം ഏത് മൂലകത്തിൻ്റെതാണെന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അപ്പോൾ ഒരു ആറ്റം ഏത് മൂലകത്തിൻ്റെതാണെന്ന് തീരുമാനിക്കുന്നത് എന്താണ്? അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെയാണ് ആറ്റോമിക് നമ്പർ അല്ലെങ്കിൽ Z എന്ന് പറയുന്നത്. എന്താണ്? Z എന്ന് പറയുന്നതാണ് ആറ്റോമിക് നമ്പറിൻ്റെ സിമ്പൽ. അപ്പോൾ ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെയാണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ആറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുന്നുണ്ട്. ആറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? പ്രോട്ടോണിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ആകെ എണ്ണത്തെയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. അത് A ആണ് സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ Z എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ ആണെന്ന് പറഞ്ഞു. അതെന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോണിൻ്റെയോ ഇലക്ട്രോണുകളുടെയോ എണ്ണത്തെയാണ് പറഞ്ഞത്. പ്രോട്ടോണും ന്യൂട്രോണും കൂടി ചേരുന്നതിനെയാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തെന്ന് പറയാം? മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ മാസ് നമ്പർ എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു? പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം, അല്ലെങ്കിൽ പ്രോട്ടോൺ എന്ന് പറയുന്നത് തന്നെയാണല്ലോ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ആറ്റോമിക് നമ്പർ പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം. ന്യൂട്രോണുകളുടെ എണ്ണം കാണുന്നത് എങ്ങനെയാണ്? മാസ് നമ്പറിൽ നിന്നും പ്രോട്ടോണുകളുടെ എണ്ണം കുറയ്ക്കുക, അല്ലെങ്കിൽ മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക് നമ്പർ കുറയ്ക്കുക. എന്താണ് മൗലിക ഗണങ്ങൾ എന്ന് പറയുന്നത്? ഒരു ആറ്റത്തെ വിഭജിക്കാമെന്നും അതിൽ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നീ കണങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലായി. ഇവയെ വീണ്ടും വിഭജിക്കാനായിട്ട് പറ്റുമോ? ഇലക്ട്രോണുകളെ വീണ്ടും വിഭജിക്കാൻ കഴിയാത്തതിനാൽ അതൊരു മൗലിക കണമാണ്. എന്നാൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടാകുന്നത് 3 വിധം കോർക്കുകൾ കൂടിച്ചേർന്നാണ്. അതിനാൽ അവയെ മൗലിക കണങ്ങളായിട്ട് പരിഗണിക്കുന്നില്ല. അപ്പോൾ വീണ്ടും വിഭജിക്കാനായിട്ട് കഴിയാത്തതിനാലാണ് ഇലക്ട്രോണുകളെ മൗലിക കണം എന്ന് പറയുന്നത്. വിഭജിക്കാൻ പറ്റാത്ത കാരണം എന്താണ് പറയുന്നത്? അത് മൗലിക കണമല്ല എന്നാണ് പറയുന്നത്. ഒരു ആറ്റത്തെ പ്രതീകം ഉപയോഗിച്ച് പ്രതിനിധാനം ചെയ്യുമ്പോൾ പ്രതീകത്തിൻ്റെ ഇടതുവശത്ത് മുകളിലും താഴെയുമായി യഥാക്രമം മാസ് നമ്പറും ആറ്റോമിക് നമ്പറാണ് എഴുതുന്നത്. അപ്പോൾ എന്താണ്? മുകളിലാണെന്നുണ്ടെങ്കിൽ Cl3517 എന്ന് പറയുമ്പോൾ Cl3517. അപ്പോൾ ഇതിൽ മുകളിലുള്ളത് എന്താണ് പറയുന്നത്? മാസ് നമ്പറാണ്. താഴെയുള്ളത് എന്താണ്? ആറ്റോമിക് നമ്പറാണ്. അപ്പോൾ Cl3517 പ്രോട്ടോൺ നമ്പറും ഇലക്ട്രോൺ നമ്പറും ന്യൂട്രോൺ നമ്പറും എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എത്രയാണ്? ഇത് കമൻറ്റ് ചെയ്യട്ടോ. Cl-ൻ്റെ ക്ലോറിൻ്റെ പ്രോട്ടോണും ഇലക്ട്രോൺ ന്യൂട്രോണും എത്രയാണുള്ളത്. ഇനി കാൽസ്യത്തിൻ്റെ എത്രയാണ്? 40 ആണ്. 40 20 തന്നിട്ടുണ്ട് അല്ലേ? 40 20 തന്നിട്ടുണ്ട്. പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പോൾ
40 എന്ന് പറയുന്നതാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്, 20 ആറ്റോമിക് നമ്പർ. അപ്പോൾ ആറ്റോമിക് നമ്പർ തന്നെയാണ് പ്രോട്ടോൺ നമ്പർ എന്ന് പറഞ്ഞല്ലോ, 20 എന്ന് പറയുന്നത് തന്നെയാണ് അപ്പോൾ എന്ന് വരുന്നത് പ്രോട്ടോൺ നമ്പർ വരുന്നത്. ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്രയാണ്? ഇലക്ട്രോൺ എന്ന് വെച്ചാൽ പ്രോട്ടോണിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി ന്യൂട്രോൺ എന്ന് പറയുന്നത് എത്രയാണ്? ന്യൂട്രോൺ എന്ന് വെച്ചാൽ എന്താണ്? പ്രോട്ടോണിൻ്റെ എണ്ണത്തിൽ നിന്നും ആറ്റോമിക് നമ്പർ മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക് നമ്പർ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിലാണ് ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടുന്നത്. അപ്പോൾ എത്രയാണ്? 40 നിന്നും 20 കുറച്ചാൽ എത്രയാണ്? 20 കിട്ടുന്നത്. അപ്പോൾ ന്യൂട്രോൺ എന്ന് പറയുന്നതും 20 എന്ന് മനസ്സിലായി. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? കാൽസ്യത്തിൻ്റെ മുകളിലുള്ള ഭാഗത്തെയാണെന്ന് പറയുന്നത് മാസ് നമ്പർ എന്ന് പറയുന്നത്, അടിയിലുള്ളതിനെയാണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ആറ്റോമിക് നമ്പർ തന്നെയാണ് നമ്മൾ നേരത്തെ പഠിച്ചു, ആറ്റോമിക് നമ്പർ തന്നെയാണ് പ്രോട്ടോണിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ന്യൂട്രോണിൻ്റെ എണ്ണം കാണുന്നതിനായിട്ട് മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. അപ്പോൾ ഇവിടെ പ്രതീകം ആറ്റോമിക് നമ്പറും മാസ് നമ്പർ, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഒക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ എത്രയാണ്? 1 ആണ്. അടിയിലുള്ളതാണ് 1 എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 1 ആണ്. ഇനി മാസ് നമ്പർ എത്രയാണ്? 1 തന്നെയാണ്. പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണ്? 1 ആണ്. ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 1 ആണ്. ന്യൂട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 1 - 1 0 ആണ്. ഇനി ലിഥിയത്തിനാണെന്നുണ്ടെങ്കിൽ ലിഥിയത്തിൻ്റെ 7 ആണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ മാസ് നമ്പർ എത്രയാണ്? 7 ആണെന്ന് തന്നിട്ടുണ്ട്. ആറ്റോമിക് നമ്പർ 3 ആണെന്ന് തന്നിട്ടുണ്ട്. ആറ്റോമിക് നമ്പർ തന്നെയാണ് പ്രോട്ടോണും ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്? 3 തന്നെയാണ് പ്രോട്ടോണിൻ്റെ എണ്ണം വരുന്നതും ഇലക്ട്രോണിൻ്റെ എണ്ണം വരുന്നതും. ന്യൂട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 3 നിന്നും 7 കുറച്ചാൽ എത്രയാണ്? 4 ആണല്ലേ. അപ്പോൾ 4 എന്ന് പറയുന്നതാണ് ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഇനി ഓക്സിജൻ എന്ന് പറയുന്നത് 16 ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത്, മാസ് നമ്പർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാസ് നമ്പർ എത്രയാണ്? 16 ആണെന്ന് എഴുതി. ഇനി ആറ്റോമിക് നമ്പർ എത്രയാണ്? 8 ആണല്ലേ. 8 ആണെന്നുള്ളത് എഴുതി. ഇനി പ്രോട്ടോൺസിൻ്റെ എണ്ണം എത്രയാണ്? ആറ്റോമിക് നമ്പർ തന്നെയാണ് പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം 8 തന്നെയാണ്. ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? പ്രോട്ടോണിൻ്റെ എണ്ണം തന്നെയാണ് ഇലക്ട്രോണിൻ്റെ എണ്ണം. അപ്പോൾ എത്രയാണ്? ആറ്റോമിക് നമ്പറും പ്രോട്ടോണുകളുടെ എണ്ണം ഇലക്ട്രോണിൻ്റെ എണ്ണം സെയിം ആണെന്ന് പറഞ്ഞു. അപ്പോൾ 8 തന്നെയാണ് വരുന്നത്. ന്യൂട്രോണിൻ്റെ എണ്ണം കാണുന്നതിനായിട്ട് ആറ്റോമിക് മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. അപ്പോൾ 8 ആണെന്നുള്ളത് കിട്ടി. ബാക്കിയുള്ളതൊക്കെ തന്നെ ചെയ്തോ. ഇനി ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 1, 2, 3, 4 എന്ന് പറയുന്ന സബ്ഷെല്ലുകളുണ്ട്. അതിന് KLM എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊരു ഓർബിറ്റിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് 2n² എന്ന് പറയുന്നത്. 2n² വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഷെല്ലും എത്ര ഇലക്ട്രോണുകൾ കൊള്ളുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് K എന്ന് പറയുന്നത് ഓർബിറ്റ് നമ്പർ എന്ന് പറയുന്നത് 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ല ഇലക്ട്രോണുകളുടെ എണ്ണത്തിനെ കാണുന്നതിനായിട്ട് 2n² ആണെന്ന് പറഞ്ഞു. അപ്പോൾ 2 ഇൻറ്റു എത്ര വരും? ഓർബിറ്റ് നമ്പർ എത്രയാണ് എന്ന് വെച്ചാൽ എത്രയാണ്? 1 ആണ് അല്ലേ. 2 ഇൻറ്റു 1² എന്ന് വെച്ചാൽ എത്രയാണ്? 2 തന്നെയാണ് അല്ലേ. അപ്പോൾ 2 തന്നെയാണുള്ളത് കിട്ടി. ഇനി പേര് നൽകിയിട്ടുള്ളത് L എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ഇൻറ്റു n² എന്ന് പറയുമ്പോൾ n എത്രയാണ്? 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 2² എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. അതുപോലെ തന്നെയാണ് 3, 4 m എങ്ങനെ കണ്ടുപിടിക്കുക? അതുപോലെ തന്നെ 2 ഇൻറ്റു 3² അല്ലേ. അപ്പോൾ 3 ഇൻറ്റു 3 9, 8 3 എത്രയാണ്? 27. 2 ഇൻറ്റു n² എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 3² അല്ലേ വരുന്നത്. 2 ഇൻറ്റു 3² എന്ന് വരും. അപ്പോൾ 2 ഇൻറ്റു എത്രയാണ്? 2 ഇൻറ്റു 9 എത്രയാണ്? 18 ആണല്ലേ. അപ്പോൾ 18 എന്ന് തോന്നുന്നു. അപ്പോൾ 2, 8, 18, 32 എന്നിങ്ങനെയാണ് വരുന്നത്. 2, 8, 18, 32 എന്നിങ്ങനെയാണ് ഓർബിറ്റ് നമ്പറും അവരുടെ ഇലക്ട്രോണിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. പൊതുവേ താഴ്ന്ന ഊർജ്ജ നിലയിലുള്ള ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ നിറഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഊർജ്ജ നിലയിലുള്ള ഓർബിറ്റിൽ ഇലക്ട്രോൺ പൂർണ്ണം നടക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് പറയുന്നത്? ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ എണ്ണം നിറച്ചതിന് ശേഷം മാത്രമാണ് അടുത്ത ഓർബിറ്റിലേക്ക് പോവുകയുള്ളൂ. ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റിൽ എത്രയാണ് ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്? 8 തന്നെയായിരിക്കും. അങ്ങനെ ഒരു ആറ്റത്തിൻ്റെ ഓർബിറ്റുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത് രേഖപ്പെടുത്തുന്നതിനാണ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജന് നമുക്കറിയാം ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 1 ആണ്. ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 1 തന്നെയാണ്. ഹീലിയത്തിനാണെങ്കിൽ ആറ്റോമിക് നമ്പർ 2 ആണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ആണ്. ഇനി ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 2 അല്ലേ. 2 ആണ്. Kയിൽ എത്രയാണ്? അവിടെ എത്ര ഇലക്ട്രോൺസ് ആണെന്ന് പറയുന്നത്? 2 ആണ് അല്ലേ. അപ്പോൾ 2 കിട്ടി. ലിഥിയത്തിനാണെങ്കിൽ 3 ആണ് ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ്? 3 തന്നെയാണ്. ഇലക്ട്രോൺ വിന്യാസം കാണുന്നതിന് എത്രയാണ്? Kയിൽ എത്രയാണ് കൊള്ളുന്നത്? 2 ആണ് കൊള്ളുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ Kയിൽ എത്ര എഴുതി? 2 എഴുതി. ഇനി Lലാണെന്നുണ്ടെങ്കിലോ നമുക്ക് ബാക്കിയുണ്ടല്ലേ 3 അല്ലേ ഉള്ളത്. ആറ്റോമിക് നമ്പർ 3 എണ്ണമാണ്. ബാക്കി 1 ഇതിൽ പോകും, Lലേക്ക് പോകും. ഇനി ബെറിലിയത്തിലാണെന്നുണ്ടെങ്കിൽ 4 ആണ്. അപ്പോൾ 4 എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ വിന്യാസം എത്രയാണ് വരിക? 4 ഇലക്ട്രോൺ വിന്യാസം എത്രയാണ് വരിക? 4 ഇലക്ട്രോൺ വിന്യാസം എത്രയാണ് വരിക? 4 അല്ലേ. അപ്പോൾ 4 എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു K എന്ന് പറയുന്നതിലാണ് എത്ര? 2 ഇലക്ട്രോൺ ആണ് കൊള്ളുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ 2 എന്ന് എഴുതി ഞാൻ. ഇനി L ബാക്കി എത്രയാണ്? 4 എന്ന് പറയുമ്പോൾ ബാക്കി 2 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. അപ്പോൾ 2 ഇലക്ട്രോൺ എന്ന് പറയുന്നത് നമ്മൾ എത്രയിൽ എഴുതി? ഇവിടെ Lൽ എഴുതി. അപ്പോൾ 2 എന്ന് പറയുന്നത് 2ൽ എഴുതി. ഇനി നമുക്ക് നോക്കാം.
കാർബൺ. നൈട്രജൻ നോക്കാം. നൈട്രജൻ്റെ എത്രയാണ്? 7 ആറ്റോമിക് നമ്പർ വരുന്നത്. നൈട്രജൻ 7 വരുന്നത്. അപ്പോൾ നമുക്ക് കെയിലും എല്ലുമിലും എങ്ങനെ എഴുതാം? ആദ്യം തന്നെ 2 കൊള്ളുന്നതെന്ന് പറഞ്ഞു. പിന്നത്തിൽ എത്ര കൊള്ളും? പിന്നത്തിൽ 8 കൊള്ളും അല്ലേ? അപ്പോൾ നമുക്ക് എത്രയാണ്? 7 വേണ്ടത്. അപ്പോൾ നമുക്ക് എത്രയാണ്? ബാക്കി 5 വരുന്നത്. അപ്പോൾ 2, 5 ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ഇനി അലുമിനിയത്തിന് നോക്കാം. അലുമിനിയം എന്ന് പറയുന്നത് 13 പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 13 അപ്പോൾ 13 അല്ലേ? 13 എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇത് എഴുതിയിട്ടുണ്ട് അല്ലേ? 13 പറയുമ്പോൾ ആദ്യത്തെ ഷെല്ലിലേക്ക് 2 ഇലക്ട്രോണാണ് കൊള്ളുന്നത്. അടുത്തതിൽ 8 ഇലക്ട്രോണാണ് കൊള്ളുന്നത്. 13 പറയുമ്പോൾ 2, 8, 10 ആവുള്ളൂ അല്ലേ? ബാക്കി 3 എവിടേക്ക് പോകും? എമ്മിലേക്ക് പോകും. ഇങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്. ആദ്യത്തെ ഷെല്ലിൽ 2 കെയിൽ എത്രയാണ് കൊള്ളുക? 2 കൊള്ളുള്ളൂ. അതുപോലെ തന്നെ എല്ലിലാണെന്നുണ്ടെങ്കിൽ 8 വരെയാണ് കൊള്ളുള്ളൂ. ബാക്കി വരുന്നത് എത്രയിലാണ്? എമ്മിലാണ്. അതിലെത്രയാണ്? 18 കൊള്ളുള്ളൂ അല്ലേ? അപ്പോൾ 2, 8, 18, 32 എന്നിങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലായി. 1 മുതൽ 18 വരെയുള്ള ആറ്റോമിക് നമ്പറുള്ള മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം മാത്രമേ ഈ രീതി അനുസരിച്ച് കൃത്യമായിട്ട് എഴുതാൻ കഴിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെ, ഹൈഡ്രജൻ എങ്ങനെയാണ് ഓർബിറ്റിൽ എങ്ങനെയാണ് കാണിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓർബിറ്റിൽ എങ്ങനെയാണ്? ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1. അപ്പോൾ 1 പറയുമ്പോൾ എത്രയാണ്? ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1. അപ്പോൾ പ്രോട്ടോൺ നമ്പർ എത്രയാണ്? 1 തന്നെയാണ്. ഇലക്ട്രോണിൻ്റെ എണ്ണം പ്രോട്ടോണിൻ്റെ എണ്ണം സെയിം ആണ്. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1 കറങ്ങല്ലേ ചെയ്യുന്നത്. പ്രോട്ടോൺ ഇതിൻ്റെ ഓർബിറ്റിൽ കറങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1. പ്രോട്ടോൺ എന്ന് പറയുന്നത് എത്രയാണ്? 1. 0 ന്യൂട്രോൺ ആണ് അല്ലേ? കാരണം എന്താ? 1 - ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പറും ഇതെന്ന് പറയുന്നത് 1. അപ്പോൾ 1 - 1 എന്ന് വെച്ചാൽ 0 ആണ്. അപ്പോൾ നമുക്ക് ന്യൂട്രോൺ എന്ന് പറയുന്നത് 0 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ബോറോണിൻ്റെ എത്രയാണ് പറഞ്ഞേക്കുന്നത്? ആ ബോറോണിൻ്റെ 11 മാസ് നമ്പർ എന്ന് പറയുന്നത്. ബോറോണിൻ്റെ 11 മാസ് നമ്പർ എന്ന് പറയുന്നത്. ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 5. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? നമുക്കറിയാം ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 5 ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കിയാൽ ആദ്യത്തേൽ 2 അല്ലേ? ആദ്യത്തെ കെയിൽ 2 ഷെല്ലിൽ ഷെല്ലിൽ എത്രയാണ് കൊള്ളുന്നത്? 2 കൊള്ളുന്നത്. എല്ലിലാണെന്നുണ്ടെങ്കിൽ 3 കൊള്ളുന്നത്. ബാക്കി 3 അടുത്ത ഓർബിറ്റിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എല്ലിൽ അല്ലേ? അതുപോലെ തന്നെ പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ എണ്ണത്തിന് സെയിം ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 5 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ 5 പ്രോട്ടോൺ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ന്യൂട്രോൺ എന്ന് പറയുന്നത് എത്രയാണ് എഴുതിയിരിക്കുന്നത്? ന്യൂട്രോൺ എന്ന് വെച്ചാൽ എത്രയാണ്? നമുക്ക് പറയാം 11 നിന്നും 5 കുറച്ചാൽ 6 കിട്ടുന്നത്. അപ്പോൾ 6 ന്യൂട്രോൺ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇങ്ങനെയാണ് വിന്യാസം ചിത്രീകരിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഐസോടോപ്പുകളാണ്. ഒരു മൂലകം ഏതാണെന്ന് നിശ്ചയിക്കുന്നത് അതിലെ സബ് ആറ്റോമിക് കണങ്ങളുടെ എണ്ണമാണെന്ന് പറഞ്ഞേക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഒരു മൂലകം ഏതാണെന്ന് നിശ്ചയിക്കുന്നത് ഏതാണ്? ഓക്കെ, ഇവിടെ ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ നൽകിയിട്ടുണ്ട്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്ന് പറയുന്നതിന് എന്ത് നൽകിയിട്ടുണ്ട്? ഐസോടോപ്പുകൾ നൽകിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ്. അപ്പോൾ ഹൈഡ്രജൻ ഇപ്പോൾ നമുക്ക് ആറ്റത്തിൻ്റെ പേര് നൽകിയിട്ടുണ്ട്, പ്രോട്ടിയം എന്ന് നൽകിയിട്ടുണ്ട്. അപ്പം അതിന് നമ്മൾ പറഞ്ഞു H11 ആണ്. അപ്പോൾ അതിൽ പ്രോട്ടോൺ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അടിയിലാണല്ലോ ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ന്യൂട്രോൺ എന്ന് പറയുന്നത് എത്രയാണ്? 1 - 1 0 ആണ്. ഇലക്ട്രോൺ എന്ന് വെച്ചാൽ എത്രയാണ്? 1 തന്നെയാണ്. ആറ്റോമിക് നമ്പറും 1 തന്നെയാണ്. പിന്നെ എന്താണ്? മാസ് നമ്പർ എന്ന് പറയുന്നതും 1 തന്നെയാണ്. ഡ്യൂട്ടീരിയം എന്ന് പറയുമ്പോൾ എത്രയാണ്? H21 ആണ് അല്ലേ? അപ്പോൾ 2 എന്ന് പറയുന്നത് എത്രയാണ്? മാസ് നമ്പർ ആണ്. അപ്പോൾ നമുക്ക് 1ൻ്റെ ആവശ്യമുള്ളൂ അല്ലേ? അടിയത്തെ ആവശ്യമുള്ളൂ. അപ്പോൾ പ്രോട്ടോൺ എന്ന് പറയുന്നത് 1 ആണ്. ന്യൂട്രോൺ എത്രയാണ്? 2 - 1 അല്ലേ? 2 - 1 എന്ന് വെച്ചാൽ 1 ആണ്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1 ആണ്. ആറ്റോമിക് നമ്പർ എത്രയാണ്? 1 തന്നെയാണ്. മാസ് നമ്പർ എത്രയാണ്? 2 ആണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. ഇനി 3 ട്രിഷ്യത്തിനാണെന്നുണ്ടെങ്കിൽ 3 അല്ലേ? പ്രോട്ടോൺ എത്രയാണ്? അടിയിലുള്ളത് അല്ലേ? 1 ആണ്. ന്യൂട്രോൺ എന്ന് വെച്ചാൽ 1 ആണ്. ന്യൂട്രോൺ എന്ന് വെച്ചാൽ 3 - 1 2 ആണ്. ഇലക്ട്രോൺ എന്ന് വെച്ചാൽ 1 ആണ്. ആറ്റോമിക് നമ്പർ എത്രയാണ്? 1 ആണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അപ്പോൾ ഈ ആറ്റങ്ങളുടെ ആറ്റോമിക് നമ്പർ എത്രയാണ്? അപ്പോൾ നമുക്ക് മനസ്സിലായി ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ് അല്ലേ? പ്രോട്ടിയത്തിനെയും ഡ്യൂട്ടീരിയത്തിനെയും ട്രിഷ്യത്തിനെയും ആറ്റോമിക് നമ്പർ സെയിം ആണ്. ആറ്റോമിക് നമ്പർ 1 ഉള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ് അല്ലേ? എങ്കിൽ ഇവ 3ഉം ഹൈഡ്രജൻ ആറ്റങ്ങളാണ്. ഈ ആറ്റങ്ങൾ തമ്മിൽ ഏത് കണത്തിൻ്റെ എണ്ണത്തിലാണ് വ്യത്യാസം വരുന്നത്? ന്യൂട്രോൺ അല്ലേ? ന്യൂട്രോണിൻ്റെ എണ്ണത്തിലാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. ഇവയുടെ മാസ് നമ്പർ ഒരുപോലെയാണോ? അല്ല അല്ലേ? 1, 7, 1, 2, 3 എന്ന് പറയുന്ന മാസ് നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവയിൽ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം ഏതാണ്? ന്യൂട്രോൺ ആണല്ലേ 0 വരുന്നത്. പ്രോട്ടിയത്തിലാണ് എന്തില്ലാത്തത്? ന്യൂട്രോൺ ഇല്ലാത്തതെന്ന് മനസ്സിലായി.
അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഐസോടോപ്പുകൾ ഒരേ രാസസ്വഭാവം കാണിക്കുന്നു. ഐസോടോപ്പുകൾ ഒരേ രാസസ്വഭാവം കാണിക്കുന്നു, എന്നാൽ ഭൗതിക സ്വഭാവങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ഭൗതിക സ്വഭാവത്തിൽ പറയുന്നത്? ഒരേ ഇപ്പം നമ്മൾ ഐസോടോപ്പ് വെച്ചെന്നാന്ന് പറഞ്ഞു, ഒരേ ആറ്റോമിക് നമ്പർ വ്യത്യസ്ത മാസ് നമ്പർ ആയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ഘനജലം എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയത്തിന് ഘനജലം ഹൈഡ്രജൻ ഐസോടോപ്പായ ഡ്യൂട്ടീരിയത്തിന് ഓക്സൈഡ് ആണ്. അപ്പോൾ ഡ്യൂട്ടീരിയത്തിന് ഓക്സൈഡ് ആണെന്ന് പറയുന്നത് ഘനജലം എന്ന് പറയുന്നത്. ഈ ഘനജലം എവിടെയാണ് ഉപയോഗിക്കുന്നത്? ആണവ നിലയങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഘനജലം എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയത്തിൻ്റെ ഓക്സൈഡ് ആണ് ഘനജലം എന്ന് പറയുന്നത്. ഇനി കാർബൺ 12, 13, 14 എന്നിവ കാർബണിൻ്റെ പ്രകൃതിദത്ത ഐസോടോപ്പുകളാണ്. കാർബൺ 12 ആണ് ഏറ്റവും സ്ഥിരതയുള്ളതും ലഭ്യത കൂടുതലുമായ കാർബൺ ഐസോടോപ്പ്. എത്രയാണ്? കാർബൺ 12 ആണ് ഏറ്റവും സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോടോപ്പ് എന്ന് പറയുന്നത്. കാർബണിൻ്റെ ആകെ ഐസോടോപ്പുകളിൽ നടക്കുന്ന ഏകദേശം 1.1% മാത്രമാണ് കാർബൺ 13 എന്ന് പറയുന്നത്. ഇത് സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ കാർബൺ 13 എന്തിനാണ് ഉപയോഗിക്കുന്നത്? സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. കാർബൺ 14 എന്താണ്? ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ്. കാർബൺ 14 ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ്. ഇത് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഹൈഡ്രജൻ, അപ്പോൾ നമ്മൾ എവിടെ എന്താണ് പറഞ്ഞത്? കാർബൺ 12, 13, 14 പറഞ്ഞു. കാർബൺ 12 എന്ന് പറയുന്നതിലാണ് ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടുതലുള്ളതും. കാർബൺ 13 എന്ന് പറയുന്നത് സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. കാർബൺ 14 ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ്. ഇത് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നു ഉപയോഗിക്കുന്നു. ഇനി ഓരോ ഐസോടോപ്പുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. അയഡിൻ 131 ആണ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്നത്. അയഡിൻ 131 ആണ്. യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. കൊബാൾട്ട് 16 ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. സോഡിയം 24 വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്നു. അയൺ 59 അനീമിയ നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്നു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? അയഡിൻ 131 തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും, യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനത്തിന്, കൊബാൾട്ട് 16 ക്യാൻസർ ചികിത്സയ്ക്ക്, സോഡിയം 24 വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്തുന്നതിന്, അയൺ 59 അനീമിയ നിർണ്ണയിക്കുന്നതിന്. ഓക്കെയാണല്ലോ. ഇനി എന്താണ് ഐസോബാറുകൾ എന്ന് പറയുന്നത്? ഐസോടോപ്പിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഐസോബാറുകൾ എന്ന് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നോക്കാം. ആർഗൺ, പൊട്ടാസ്യം, കാൽസ്യം എന്നീ ആറ്റങ്ങളുടെ ഓർബിറ്റിൽ ഇലക്ട്രോൺ വിന്യാസം ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ന് മനസ്സിലാക്കാം? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളെയാണ് ഐസോബാറുകൾ എന്ന് പറയുന്നത്. ഇവ ന്യൂക്ലിയസിലെ ആകെ കണങ്ങളുടെ എണ്ണം തുല്യമായ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളായിരിക്കും. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളെയാണ് ഐസോബാറുകൾ എന്ന് പറയുന്നത്. ഇവ ന്യൂക്ലിയസിലെ ആകെ കണങ്ങളുടെ എണ്ണം തുല്യമായ വ്യത്യസ്ത മൂലക ആറ്റങ്ങളായിരിക്കും. അപ്പോൾ ഐസോടോണുകൾ എന്ന് വെച്ചാൽ എന്താണ്? ഐസോബാർ പറഞ്ഞു, ഐസോടോപ്പ് പറഞ്ഞു. ഇനി എന്താണ് ഐസോടോണുകൾ എന്ന് വെച്ചാൽ? ന്യൂട്രോണുകളുടെ എണ്ണം, പേരിലുണ്ടല്ലേ ടോണ്. ഐസോടോണുകൾ എന്ന് വെച്ചാൽ ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങളെയാണ് ഐസോടോണുകൾ എന്ന് പറയുന്നത്. കാർബൺ 6, 14 നൈട്രജൻ എത്രയാണ്? 7, 15. അപ്പോൾ എത്രയാണ്? 15-ൽ നിന്നും 7 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? 8 കിട്ടുന്നത്. അതുപോലെ തന്നെ കാർബണിലോ ഇവിടെയും 8 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇത് രണ്ടും ന്യൂട്രോൺ സെയിം ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതാണ് ഐസോടോണുകൾ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത ക്ലാസ്സായിട്ട് നമുക്ക് വീണ്ടും കാണാം.